റിപ്പോർട്ട് ബ്രേക്കിംഗ് A+ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകാൻ BJP നേതാക്കളുടെ മത്സരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയ മണ്ഡലങ്ങളിലാണ് കൂടുതൽ നേതാക്കൾ താൽപര്യം പ്രകടിപ്പിക്കുന്നത്. തൃശൂരിൽ മത്സരിക്കാൻ മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ എന്നിവർ താൽപര്യം അറിയിച്ചു. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ K. സുരേന്ദ്രനെ കൂടാതെ പത്മജ വേണുഗോപാലും PV രാജേഷും തയ്യാറെടുക്കുന്നുണ്ട്. K. സജീഷ് വിവരങ്ങളുമായി. സജീഷ്, A+ മണ്ഡലങ്ങൾ എന്ന ചില മണ്ഡലങ്ങളെ BJP കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം എന്നുള്ളത് BJPയുടെ തീരുമാനമായിരുന്നു. നേതാക്കളൊക്കെ പലരും അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ തൃശൂരിലേക്ക് 2-ലധികം നേതാക്കൾ നോട്ടമിടുന്നു എന്നുള്ള വിവരമാണോ? അങ്ങനെയെങ്കിൽ തന്നെ തൃശൂർ ഇപ്പോൾ പഴയ തൃശൂരാണോ എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ സതീഷ്. സ്മൃതി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഫലം ക്രമീകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ BJPക്കുള്ളിൽ തന്നെ A+ മണ്ഡലങ്ങളുടെ ക്രമീകരണം നടന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടും സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നോക്കുകയാണെങ്കിൽ 11 ഇടങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കൃത്യമായ ലീഡുണ്ട്. അത് ആ 11 മണ്ഡലങ്ങളും LDFിൽ നേരത്തെ വിജയിച്ച മണ്ഡലങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ഉള്ളത് തൃശ്ശൂരാണ്. മൊത്തമുള്ള 11 മണ്ഡലങ്ങളിൽ 6 എണ്ണം തൃശ്ശൂർ ജില്ലയിലും 5 എണ്ണം തിരുവനന്തപുരം ജില്ലയിലുമാണ്. ഈ 11 മണ്ഡലങ്ങളിലേക്കും മത്സരിക്കാൻ ഒരുപക്ഷെ BJPക്കുള്ളിൽ വലിയ തോതിൽ സ്ഥാനാർത്ഥികളുടെ കടന്നുകയറ്റം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ നീണ്ട ക്യൂ ഉണ്ട് എന്ന് പറയേണ്ടി വരും. അതിൽ വലിയൊരു ക്യൂ ഉള്ളത് തൃശ്ശൂർ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. തൃശ്ശൂർ എന്ത് വലിയ പ്രശ്നമുണ്ടെങ്കിലും ജയിക്കാൻ ഏറെക്കുറെ ഉറപ്പുള്ള ഒരു മണ്ഡലമായിട്ട് BJPക്കുള്ളിൽ തന്നെ ഒരു കാഴ്ചപ്പാട് വന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വലിയ തോതിലുള്ള ഒരു അവകാശവാദം പല സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ പല നേതാക്കന്മാരും ഉന്നയിക്കുന്നത്. ഏറ്റവും മുൻനിരയിലുള്ളത് ഇതിൽ K. സുരേന്ദ്രനാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ അദ്ദേഹം നേരത്തെ മഞ്ചേശ്വരത്തും കോന്നിയിലുമൊക്കെ മത്സരിക്കുകയും വലിയ തോതിൽ വോട്ട് ഷെയർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് പിന്തള്ളപ്പെട്ടു പോയൊരു ചരിത്രമാണുള്ളത്. ആ അർത്ഥത്തിൽ ഏറ്റവും ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവകാശവാദം ഉന്നയിക്കാൻ ന്യായമായും കെൽപ്പുള്ള ആളാണ് K. സുരേന്ദ്രൻ. K. സുരേന്ദ്രനാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതാ പട്ടികയിൽ അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ളത്. മറ്റൊന്ന് ജനറൽ സെക്രട്ടറിയായ MT രമേശാണ്. MT രമേശും നേരത്തെ പല മണ്ഡലങ്ങളായിട്ട് മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹത്തെ നേരത്തെ പരിഗണിച്ചിരുന്നില്ല. കോഴിക്കോട് ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിലും അതൊന്നും A+ മണ്ഡലമായിട്ട് BJPക്ക് കണക്കുകൂട്ടിയിരുന്നില്ല. ആ MT രമേശ് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ മത്സരിക്കാനുള്ള ഒരു താല്പര്യം നേതൃത്വത്തെ അറിയിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. മറ്റൊന്ന് അവരുടെ BJPയുടെ എക്കാലത്തെയും വലിയ വനിതാ ക്രൗഡ് പുള്ളറായ ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ പല മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. ആ മണ്ഡലങ്ങളെല്ലാം തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനും ഈ മത്സരത്തിൽ, അതായത് വോട്ട് സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിൽ മുൻപന്തിയിലുണ്ട്. മറ്റൊന്ന് കോൺഗ്രസിൽ നിന്ന് വന്ന പത്മജ വേണുഗോപാലാണ്. പത്മജ വേണുഗോപാലിന്റെ തട്ടകം കൂടിയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ മത്സര സാധ്യതയിൽ പത്മജ വേണുഗോപാലിന്റെയും പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 4 പ്രമുഖരുടെ പേരാണ് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് BJP മുന്നിൽ കാണുന്നത്. ഈ 4 പേരും ന്യായമായും അവകാശവാദം ഉന്നയിക്കാൻ കെൽപ്പുള്ളവരാണ്. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് BJP കാണുന്ന മറ്റൊരു മണ്ഡലം വട്ടിയൂർക്കാവാണ്. ഈ വട്ടിയൂർക്കാവിലേക്കും സ്ഥാനാർത്ഥികളുടെ നീണ്ട നിരയുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വട്ടിയൂർക്കാവിൽ K. സുരേന്ദ്രൻ തന്നെയാണ്. K. സുരേന്ദ്രനൊപ്പം തന്നെ പത്മജ വേണുഗോപാലും VV രാജേഷും വേണ്ടി വന്നാൽ MT രമേശ്. K. മുരളീധരനാണെങ്കിൽ അപ്പുറത്ത് പത്മജയെ നിർത്തുമെന്നൊക്കെ ഒരു കഥയുണ്ട്. തീർച്ചയായിട്ടും അതൊരു കൗതുകമാണ്, രാഷ്ട്രീയ കൗതുകമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് വെല്ലുവിളിയുമാണ്. വട്ടിയൂർക്കാവിൽ K. മുരളീധരൻ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പത്മജ വേണുഗോപാലിനെ അവിടെ ഇറക്കി ഒരു തുറുപ്പ് ചീട്ട് സ്ഥാനാർത്ഥി അവിടെ ഇറക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ ഒരു കൗതുകം, രാഷ്ട്രീയ കൗതുകം, ഒപ്പം തന്നെ വലിയ മത്സര സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് വട്ടിയൂർക്കാവിനെ കാണുകയും ചെയ്യാം. K. മുരളീധരനാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൽ വരുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. അങ്ങനെയെങ്കിൽ പത്മജ വേണുഗോപാലിന് ഒരുപക്ഷെ വട്ടിയൂർക്കാവിൽ നറുക്ക് വീണേക്കാം. ആ ഒരു സാധ്യത BJP മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിലും മത്സരിക്കാനുള്ള ഒരു സന്നദ്ധ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ശരി, K. സജീഷാണ് വിവരങ്ങൾ നൽകിയത്. BJP നേതാക്കൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ നോട്ടമിടുന്നു, എവിടെയൊക്കെ കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ വിശദാംശങ്ങളാണ്, കൗതുകമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സജീഷ് നൽകിയത്.